തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ ഉപരോധിച്ചിരിക്കുന്നു KSU. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിലുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. KSU പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഓഫീസറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിദ്യാഭ്യാസ ഓഫീസർ അടക്കമുള്ള ജീവനക്കാരെ പൂട്ടിയിട്ടിരിക്കുന്നു KSU എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് സൂരജ്? TK, എന്തായാലും തൃശ്ശൂരിലും ശക്തമായ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് KSU നീങ്ങിയിരിക്കുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അടക്കം പൂട്ടിയിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് KSU കടന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ ഓഫീസിന് മുന്നിലെത്തി അവരെ പൂട്ടിയിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് KSU പോയത്. ഇപ്പോൾ കൂടുതൽ പോലീസ് ഇവിടെ എത്തി ഈ പ്രവർത്തകരെ എല്ലാവരെയും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഒരു അരമണിക്കൂറോളം നേരം ഈ KSU പ്രവർത്തകർ ഇത്തരത്തിൽ ജില്ലാ ഓഫീസറെയും മറ്റ് ജീവനക്കാരെയും പൂട്ടിയിട്ടു. ഇപ്പോൾ ഇവിടെ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് KSUവിന്റെ ഭാഗത്തു നിന്നും തൃശ്ശൂരിൽ ഉയരുകയാണ്. TK, സൂരജ് സജിയാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. KSUവിന്റെ പ്രതിഷേധം തൃശ്ശൂരിൽ നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഉപരോധിച്ചുകൊണ്ടാണ് KSUവിന്റെ പ്രതിഷേധം. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായ ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിന് പിന്നാലെ സർക്കാരിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, മുന്നണിക്കകത്ത് നിന്ന് AISFന്റെയും അതുപോലെ യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് AYFന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കടുത്ത നിലപാട് ഇതിനോടകം CPI നേതൃത്വം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഉറപ്പായും ഉണ്ടാകും. അല്പസമയത്തിനകം MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം, അതിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. CPI ഇങ്ങനെ കടുത്ത നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് CPM അതിനെ കാണുന്നത്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനമാണ് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നതറിയാൻ ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം 4 മണിയോടുകൂടി ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ധാരണാപത്രത്തിൽ ഒപ്പിടുന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പായും വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കേണ്ടി വരും. ഇത് ഉദ്യോഗസ്ഥ തലത്തിലൊന്നും ഉണ്ടായ തീരുമാനമല്ല. ഉറപ്പായും അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് വിശദീകരിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.